കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും മഴ തുടരുകയാണ്. മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയുണ്ട്. ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ സ്ഥാപിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. വടകര അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞ് അപകടമുണ്ടായി. തൊഴിലാളികൾ കിണറിനടിയിൽപ്പെട്ടു. മിഥില ബാലൻ ചേരുന്നു. മിഥില, തൊഴിലാളികൾ രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൗത്യം എങ്ങനെയാണ്? ആരെങ്കിലും പുറത്തേക്ക് എത്തിക്കാനായോ? അങ്ങനെ പേടിക്കേണ്ട അവസ്ഥയുണ്ടോ അവിടെ, മിഥില? ആഷ്മി, 12:30യോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിശക്തമായ മഴ രാവിലെ മുതൽ തന്നെ വടകര മേഖലയിലുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞു താണത്. 6 തൊഴിലാളികളുണ്ടായിരുന്നു. ഇതിൽ 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തി. പടന്നക്കര മുക്കാളിക്കൽ രതീഷാണ് ഈ കിണറ്റിലകപ്പെട്ടത്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരെല്ലാം ചേർന്ന് നടത്തുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് ഇപ്പോൾ ഈ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട അഴിയൂർ സ്വദേശി വേണുവിനെ കിണറ്റിൽ നിന്നും എടുത്ത് മാഹി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ആ കിണറിടിഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാനുള്ളത് കൂളിമാട് എന്ന സ്ഥലത്താണ്. മാവൂരിൻ്റെ അടുത്താണ്. താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടും കൃഷിനാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മാവൂർ മേഖല എന്നത് ഏറ്റവും കൂടുതൽ, കൂളിമാട് മാവൂർ മേഖല എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ വാഴകൃഷിയുള്ള മേഖലയാണ്. ഇന്നലെ രാത്രി വീശിയടിച്ച, അതായത് ചുഴലിക്കാറ്റിന് സമാനമായി അടിച്ച കാറ്റിൽ നിലംപൊത്തിയ വാഴകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വാഴക്കുലകൾ കാണാൻ പറ്റും. കുലച്ചു നിൽക്കുന്ന കുലകളുണ്ട്. ഇതെല്ലാം തന്നെ മണ്ണിനോട് ചേർന്നിരിക്കുകയാണ്. അത്രമാത്രം വാഴകൾ ഇവിടെ നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ഈ വാഴകൃഷി നടത്തുന്ന കർഷകർ ചേരുന്നുണ്ട്. എനിക്കൊപ്പം നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാവൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴക്കാലമാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ടായ പ്രദേശമാണ്. എത്രത്തോളം കൃഷി നശിച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ? ഇവിടെ ഒരു 1500ഓളം വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം മൂപ്പെത്തിയതല്ലേ? ഏതാണ്ട് മൂപ്പെത്തിയത്, പകുതി മൂപ്പായതുണ്ട്, കൽമകം ആയതുണ്ട്, മൂപ്പായതുണ്ട്. എല്ലാം ഇന്നലെ രാത്രി ഒടിഞ്ഞതാണ്. എത്രത്തോളം? ഇന്നലെ രാത്രിത്തെ ആ ഒരു ചുഴലിക്കാറ്റായിരുന്നല്ലോ, ചുഴലിക്കാറ്റിന് സമാനമായ ഒരു 10:45 ഇത് സംഭവിച്ചത്. രാവിലെയാണ് നമ്മളിത് കാണുന്നത്. രാവിലെ ഇവിടെ വന്ന് നോക്കിയാണ് ഇവിടെ സ്ഥലത്ത് ഇത് കാണുന്നത്. ഏതാണ്ട് നല്ലൊരു നഷ്ടം തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇൻഷുറൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. എന്താണ് പഞ്ചായത്തിലെ പൊതുവായ ഒരു അവസ്ഥ? പഞ്ചായത്തിൽ പല ഭാഗങ്ങളും കൃഷിക്കാരുള്ള സ്ഥലമാണ്. പിന്നെ കൂളിമാട് പ്രദേശം എന്ന് പറഞ്ഞാൽ ചാത്തറ പഞ്ചായത്തിലെ 10ാം വാർഡാണ്. ഇവിടെ ഈ ഏരിയയിൽ നടയമ്പാടം, അതുപോലെ കിഴക്കുംപാടം, ഈ പ്രദേശങ്ങളിൽ വാഴകൃഷി നല്ലോണം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ കാലവർഷം ഉണ്ടായ സമയത്ത് പിന്നെ വാഴ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇൻഷൂർ ചെയ്യുന്ന, വിള ഇൻഷുറൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പറയുന്നത് പിന്നെ കഴിഞ്ഞ വർഷത്തേത് തന്നെ ഇൻഷുറൻസ് ചെയ്തിട്ട് പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കർഷകരോട് കൂടെ നിന്നുകൊണ്ട് അവർക്ക് പിന്നെ ആ പൈസ കിട്ടുന്നതിനും അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ്. നേരത്തെ പിന്നെ ഇവിടെ ഇവരെ കുടുംബക്കാരായിട്ടും പിന്നെ അതുപോലെ പാട്ടത്തിനൊക്കെയാണ് പല ആൾക്കാരും കൃഷി ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോൺ എടുത്തോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് വലിയ രീതിയിലുള്ള നഷ്ടം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇത്തരത്തിൽ നഷ്ടമുണ്ടായി. പക്ഷേ അവർക്ക് നഷ്ടപരിഹാരം ഒന്നും ലഭിച്ചിട്ടില്ല. ജില്ലയിലെ ഒരു പൊതുസ്ഥിതി എടുക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ കലക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുകയും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജലാശയങ്ങൾ, അങ്ങനെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ക്വാറിയുടെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ആഷ്മി, ഇതിലാണ് കോഴിക്കോട്ടെ വിവിധ സ്ഥലങ്ങളിലെ വിവരങ്ങൾ നൽകിയത്.